നമ്മുടെ ഈ ഒരു ലോകത്ത് എത്രയോ ടൈപ്പായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടമാണിത്. എന്നാൽ ഈ എല്ലാ കുറ്റകൃത്യങ്ങളും നടക്കുന്നവരെയും പിടിച്ച് ജയിലിൽ അടയ്ക്കാറുമുണ്ട്. നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടാവും, ഈ ജയിലിൽ അടച്ചിട്ടുള്ളവർ എപ്പോഴെങ്കിലും ജയിലിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കില്ലേ എന്ന്. എന്നാൽ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് മെക്സിക്കോ എന്ന് പറയുന്ന നാട്ടിലെ ഏറ്റവും സെക്യൂർ ആയിട്ടുള്ള ഒരു ജയിലിനെ കുറിച്ചും ആ ജയിലിലെ ഏറ്റവും മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിലുള്ള ഒരു വ്യക്തി ആ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടു പോവുകയും ചെയ്തിട്ടുണ്ട്. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അത് ആരാണ് എന്നും ആ വ്യക്തി എങ്ങനെയാണ് ജയിൽ ചാടിയത് എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ SL Diaries. chapo എന്നായിരുന്നു ആ വ്യക്തിയുടെ പേര്. മെക്സിക്കോ നാട്ടിൽ ഇന്ന് വരെ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഡ്രഗ് ഡീലറും അതോടൊപ്പം സ്വർണ്ണക്കടത്തായാലും ആയുധക്കടത്തായാലും എല്ലാത്തിലും ഏറ്റവും മോസ്റ്റ് വാണ്ടഡ് എന്നുള്ള ലിസ്റ്റിലുള്ള ഒരു വ്യക്തിയെക്കുറിച്ചും ആ വ്യക്തി എങ്ങനെയാണ് ജയിൽ ചാടിയതെന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവേത് എല്ലാവരും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എൻ്റെ വീഡിയോ കാണുക. 2009 ഈ എൽ ചാപ്പോ എന്ന് പറഞ്ഞ ഈ ഒരു വ്യക്തിയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ജയിലിൽ അടയ്ക്കുകയും ചെയ്തു. എന്നാൽ ഈ വ്യക്തിയെ ജയിലിൽ അടച്ച് കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ ഈ വ്യക്തിയുടെ സംഘത്തിൽ ചേർന്ന കുറച്ച് പേർ ഈ ജയിലിൻ്റെ കുറച്ച് ദൂരം മാറിയിട്ടുള്ള ഒരു തരിശായിട്ടുള്ള ഒരു കുറച്ച് സ്ഥലം ഇവർ വിലയ്ക്ക് വാങ്ങുകയും അവിടെ വീട് കെട്ടാനെന്നുള്ളൊരു പേരിൽ അവർ 2-3 ബിൽഡിംഗ് അവർ കെട്ടിപ്പൊക്കുകയും ചെയ്തു. നടന്നുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വീട്ടിൻ്റെ അടിയിലൂടെ ഒരു തുരങ്കം ഉണ്ടാക്കാൻ അവർ ആരംഭിക്കുകയും ചെയ്തു. ഒരു തുരങ്കം ഉണ്ടാക്കുമ്പോൾ അവർ പലതരത്തിലുള്ള മെഷീൻസ് ആയിരിക്കും ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ ഇവിടെ അടുത്തു തന്നെ ജയിൽ ഉള്ളത് കൊണ്ട് തന്നെ ഏത് സമയമായാലും പോലീസിന് പെട്രോളിംഗ് ഉണ്ടാവുന്ന കാരണം കൊണ്ട് തന്നെ അടിയിൽ ഇങ്ങനെ ഒരു തുരങ്കം ഉണ്ടാക്കുന്നത് പോലീസുകാർ ആരെങ്കിലും അറിഞ്ഞാൽ അവരെ അറസ്റ്റ് ചെയ്യുമെന്നുള്ളൊരു കാരണം കൊണ്ട് തന്നെ അവർ അവരുടെ കയ്യിലുണ്ടായിരുന്ന അതായത് ചെറിയ ചെറിയ മഴു കോടാരി പോലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് മാത്രമായിരുന്നു ആരംഭിച്ചത്. എന്നാൽ ഏകദേശം 6 മാസത്തോളമായി ഇവർ ആ ഒരു തുരങ്കം ഉണ്ടാക്കാൻ ആരംഭിക്കുകയും അടിയോളം ഉയരത്തിലുള്ള ആൾക്ക് പോലും നല്ല രീതിയിൽ നടക്കാൻ സാധിക്കുന്ന രീതിയിലായിരുന്നു ഒരു തുരങ്കം അവർ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. 6 മാസത്തോളം ഇവർ അത് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു. അതിന് ശേഷം ഈ ഒരു ജയിലിൽ കിടക്കുന്ന ഇവരുടെ നേതാവിനെ ആ ജയിലിൽ നിന്ന് മാറ്റുകയും വേറൊരു ജയിലിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. എൽ ചാപ്പോ എന്ന് പറഞ്ഞ വ്യക്തിയെ വേറൊരു ജയിലിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇവർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ തരിശായി കിടക്കുന്ന സ്ഥലങ്ങളെല്ലാം വിലയ്ക്ക് വാങ്ങുകയും അവിടെയും തുരങ്കമുണ്ടാക്കാൻ ആരംഭിക്കുകയും ചെയ്തു. എന്നാൽ ഈ തുരങ്കം ഉണ്ടാക്കുമ്പോൾ അവർക്ക് ഏറ്റവും വലിയ ഒരു പ്രശ്നമായിട്ട് വന്നത് എന്താണെന്ന് വെച്ചാൽ തുരങ്കം ഉണ്ടാക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദങ്ങളായാലും പുറത്ത് കേൾക്കാതിരിക്കാനുള്ള എല്ലാ പരമാവധി അവർ എല്ലാ കാര്യവും ശ്രദ്ധിച്ചിട്ടായിരുന്നു തുരങ്കം ഉണ്ടാക്കിയത്. എങ്കിൽ ഈ ഒരു വ്യക്തിയെ കുറിച്ചുള്ള സംശയം കൊണ്ട് തന്നെ ഈ ഗവൺമെൻറ് ആയാലും പോലീസ് എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ ഈ വ്യക്തിയെ ജയിലിൽ നിന്ന് മാറ്റിക്കൊണ്ടേയിരുന്നു. ഏകദേശം 3-4 ജയിലിലേക്ക് ഈ വ്യക്തിയെ മാറ്റുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ 3-4 പ്രാവശ്യം ഈ വ്യക്തിയെ മാറ്റുമ്പോഴും ആ ഒരു ജയിലിൻ്റെ അടുത്തു തന്നെ പാതി പണി കഴിപ്പിച്ചിട്ടുള്ള 2-3 ബിൽഡിങ്ങുകൾ വരികയും എന്നാൽ ഇതെല്ലാം അവിടെയുള്ള ജനങ്ങളായാലും അവിടെയുള്ള പോലീസായാലും ചെറിയ സംശയങ്ങൾ ഉണ്ടാക്കാൻ ആരംഭിച്ചു. എന്നാൽ അത് ആരെങ്കിലും ആയിരിക്കും എന്നുള്ള ഒരു കാരണം കൊണ്ട് തന്നെ അവർ അത് ശ്രദ്ധിക്കാതെ പോവുകയും ചെയ്തു. ഈ എല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാരണം കൊണ്ട് തന്നെ ഈ എൽ ചാപ്പോ എന്ന് പറഞ്ഞ വ്യക്തിക്ക് വരുന്ന ഫോൺ കോൾസ് ആയാലും ലെറ്റേഴ്സ് ആയാലും വിസിറ്റേഴ്സ് ആയാലും പോലീസ് നല്ല രീതിയിൽ പരിശോധിക്കുകയും ആരെങ്കിലും ഫോൺ ചെയ്താൽ പോലും ആ ഫോൺ കോൾ വരെ അവർ ശ്രദ്ധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഈ ഒരു വ്യക്തിയെ രക്ഷിക്കാനുള്ള ഏതെങ്കിലും ഒരു മാർഗം നടക്കുന്നുണ്ടോ എന്നുള്ള സംശയം കൊണ്ട് തന്നെ ഇവർ ഈ വ്യക്തിയെ ഓരോരോ പോയിന്റായിട്ട് ഈ വ്യക്തിയെ ശ്രദ്ധിക്കുകയും ഏത് സമയം നിരീക്ഷിക്കാൻ ആരംഭിച്ചു. എന്നാൽ ഒരിക്കൽ പോലും ഈ വ്യക്തി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന രീതിയിൽ ഒരു ക്ലൂ പോലും ആൾക്കാർക്കും ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. ഏകദേശം 2 വർഷത്തോളം ഒരു തുരങ്കം ഉണ്ടാക്കുകയും അതിന് അവസാനം ജൂലൈ 12, 2015 ക്ലോസറ്റിൻ്റെ ആ ഒരു ഭാഗത്ത് വലിയൊരു കുഴി ഉണ്ടാക്കുകയും ഈ ഒരു എൽ ചാപ്പോ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിയെ ആ ഒരു കുഴിയിലൂടെ താഴോട്ട് കൊണ്ടുവരികയും ചെയ്തു. എന്നാൽ ഈ വ്യക്തി അവിടെ നിന്ന് രക്ഷപ്പെട്ടതിന് ശേഷം പോലീസ് ആ റൂമിൽ പരിശോധിച്ചപ്പോൾ ഈ ഒരു തുരങ്കം അവിടെ കണ്ടിപ്പെടുകയും ചെയ്തു. എന്നാൽ ഈ ഒരു തുരങ്കത്തെ അവർ ഉള്ളിൽ പോയി നോക്കിയപ്പോൾ കണ്ടത് ഏകദേശം 7 അടിയോളം ഉയരമുള്ള ഒരു വ്യക്തിക്ക് പോലും ഈസിയായ രീതിയിൽ അതായത് നടക്കാമെന്നുള്ള രീതിയിലായിരുന്നു അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്.
ഇതെല്ലാം കണ്ട പോലീസിന് ഏകദേശം 2 വർഷത്തിലേറെ ഇവർ ഇതിനു വേണ്ടി അധ്വാനിച്ചിട്ടുണ്ട് എന്നും ഇവരെ എത്ര പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ആ നാട് മൊത്തമുള്ള പോലീസിനെ അലേർട്ട് ചെയ്യുകയും ചെയ്തു. എന്നാൽ ഇവർ എത്ര അന്വേഷിച്ചിട്ടും ഈ എൽ ചാപ്പോ എന്ന് പറയുന്ന വ്യക്തിയെ കണ്ടുപിടിക്കാൻ ആദ്യമൊന്നും സാധിച്ചില്ല. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് എൽ ചാപ്പോ എന്ന് പറയുന്ന വ്യക്തിയാണെന്ന് സംശയിക്കുന്ന ഒരു വ്യക്തി ഒരു വീടെടുത്ത് അവിടെ താമസിക്കുന്നുണ്ട് എന്നുള്ള സംശയം ഇത്തരത്തിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിക്ക് തോന്നുന്നു. ആ വ്യക്തി പോലീസിനോട് ഈ ഒരു കാര്യം അറിയിക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് പോലീസ് വരികയും ആ വീടും ആ വീടിന്റെ പരിസരവും എല്ലാം കുറച്ച് ദിവസങ്ങൾക്ക് നിരീക്ഷണത്തിലാക്കുകയും ചെയ്തു. ഇവർ 24 മണിക്കൂർ ആ വീട് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തു. എന്നാൽ വൈകാതെ തന്നെ ആയുധമേന്തിയ ബോഡി ഗാർഡ്സിനെ അവിടെ വെച്ച് കാണുകയും ഈ എൽ ചാപ്പോ എന്ന് പറഞ്ഞ വ്യക്തിയുടെ മുത്തശ്ശി ആയാലും കൂടെ കുറച്ച് ഫ്രണ്ട്സ് ആയാലും ഈ വ്യക്തിയെ കാണാൻ വരുന്നുണ്ട് എന്നുള്ളൊരു കാര്യം പോലീസ് കണ്ടുപിടിച്ചു. എന്നാൽ ഈ ഒരു കാര്യം പറഞ്ഞ കുറച്ച് മണിക്കൂറിനുള്ളിൽ തന്നെ ആ ഒരു സ്റ്റേറ്റിലുണ്ടായിരുന്ന എല്ലാ പോലീസ് ഓഫീസേഴ്സും ഈ വീട് അറ്റാക്ക് ചെയ്യുകയും അവിടെ ഏകദേശം നിറയെ പേർ മരണപ്പെടുകയും ചെയ്തു. എന്നാൽ അവർ ഉള്ളിൽ പോയി നോക്കിയപ്പോൾ ഈ എൽ ചാപ്പോ എന്ന് പറഞ്ഞ ആ വ്യക്തി അവിടെ കാണാൻ ആൾക്കാർക്ക് സാധിച്ചില്ല. എന്നാൽ ആ വീടും അവർ ഫുള്ളി പരിശോധിച്ച് നോക്കിയപ്പോൾ ആ വീട്ടിലും ഇതേപോലെ ഒരു തുരങ്കത്തെ അവർ കണ്ടുപിടിക്കുകയും ചെയ്തു. ഒരു വ്യക്തിയുടെ ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു കാറ് ഒരു വ്യക്തി തോക്ക് കാണിച്ച് ഭയപ്പെടുത്തി തന്നെ അടുത്തുകൊണ്ടുപോയി എന്ന് പറഞ്ഞ ഒരു കംപ്ലൈന്റ് കിട്ടുകയും ചെയ്തു. എന്നാൽ ആ കാറിന്റെ ഓണറിനടുത്ത് പോയി ചോദിച്ചപ്പോഴാണ് ഈ എൽ ചാപ്പോ എന്ന് പറയുന്ന വ്യക്തിയുടെ രൂപസാദൃശ്യമുള്ള ഒരു മനുഷ്യനാണ് അതെന്ന് കണ്ടുപിടിക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് ആ കാറിന്റെ നമ്പർ പ്ലേറ്റ് ആയാലും ഈ കാറിന്റെ എല്ലാ ഡീറ്റെയിൽസും വെച്ച് പോലീസ് അന്വേഷിക്കാൻ ആരംഭിക്കുകയും ചെയ്തു. ഇങ്ങനെ ഏകദേശം അവിടെ ട്രാഫിക് സിഗ്നലിൽ പെട്രോളിംഗ് നടത്തിക്കൊണ്ടിരുന്ന ഒരു പോലീസുകാർക്ക് ഈ കാർ അവിടെ കണ്ടുപെടുകയും ആ 4 ഓഫീസേഴ്സും ഈ കാറിനെ ഫോളോ ചെയ്ത് ഈ എൽ ചാപ്പോനെയും പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഏകദേശം കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഈ എൽ ചാപ്പോന്റെ ആൾക്കാർ വരികയും അവിടെ ഉണ്ടായിരുന്ന പോലീസുകാരെയും എൽ ചാപ്പോനെയും അവിടെ നിന്ന് കൊണ്ടുപോവുകയും ചെയ്തു. അവിടെ നിന്ന് മാറി കുറച്ച് ചെറിയൊരു ഹോട്ടലിലേക്ക് ഒരു സ്ഥലത്തേക്ക് ഇവർ മാറുകയും ചെയ്തു. എന്നാൽ ഇവർ മാറിയ സമയത്ത് ഈ ഒരു 4 പോലീസുകാരെ അവർ കൂടെ കൊണ്ടുപോയത് കൊണ്ട് തന്നെ ഈ പോലീസുകാരൻ്റെ അടുത്ത് അവിടെ വെച്ച് നിങ്ങൾക്ക് എന്ത് ആവശ്യപ്പെട്ടാൽ തരാമെന്നും നിങ്ങളെ എത്ര വേണേൽ പൈസ തരാമെന്ന് പറയുകയും ചെയ്തു. എന്നാൽ അവർ സമ്മതിക്കാതായപ്പോൾ അവരോട് തന്നെ ഭീഷണിപ്പെടുത്താൻ ആരംഭിക്കുകയും ചെയ്തു. ഈ എൽ ചാപ്പോന്റെ സഹായത്തിന് വേണ്ടി ഏകദേശം 40ഓളം ആളുകളായിരുന്നു അന്ന് ഹോട്ടലിൽ ഉണ്ടായിരുന്നത്. എന്നാൽ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ആ ഒരു സ്റ്റേറ്റിലെ മുഴുവൻ പോലീസും ആർമിയും ആ ഒരു ഹോട്ടലിൽ ചുറ്റുകയും അവരെ എല്ലാവരെയും കൊന്ന് എൽ ചാപ്പോനെയും എൽ ചാപ്പോന്റെ സഹായിനെയും പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. എൽ ചാപ്പോ എന്ന് പറഞ്ഞ ഈ ഒരു വ്യക്തി ഇപ്പോഴും ജീവനോടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴും മെക്സിക്കൻ ജയിലിൽ ആ വ്യക്തി ഇപ്പോഴും ജീവനോടെയുണ്ട്. മരണം വരെ, അതായത് ജീവപര്യന്തമാണ് അദ്ദേഹത്തിന് അവിടെയുള്ള കോടതി വിധിച്ചത്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ബട്ടൺ മറക്കാതെ പ്രസ് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ ഇടാൻ പോകുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും.